നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതിൽ അക്കാഡമിക് ഇൻട്രസ്റ്റിലും എക്സാംസിന് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ ഒന്ന് റൈറ്റപ്പിൽ എടുത്തിട്ടുണ്ട്. ഗഞ്ച, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒപ്പിയം പോപ്പിയുടെ സയൻറ്റിഫിക് നെയിം പറയാൻ വിട്ടുപോയിരുന്നു. ഗഞ്ച സയൻറ്റിഫിക് നെയിമാണ് കന്നാബിസ് സറ്റൈവ. ഒപ്പിയം പോപ്പിയുടേത് പാപ്പാവർ സെമിനിഫറം. കൊക്ക എറിത്രോക്സൈലം കൊക്ക. ഇത് മൂന്നും സയൻറ്റിഫിക് നെയിംസ്. ഇനി ഇടയ്ക്ക് THC ഗഞ്ച പ്ലാന്റിലുള്ള ആൽക്കലോയിഡ് ആണെന്ന് ചോദിച്ചിരുന്നു. ദറ്റ് ഈസ് THC ടെട്രാഹൈഡ്രോ കന്നാബിനോൾ. ചിലപ്പോൾ ഫുൾ ഫോം ചോദിക്കാവുന്നതാണ്. ഹെറോയിനും ബ്രൗൺ ഷുഗറും ഒന്നാണെന്ന് പറഞ്ഞിരുന്നു. അത് മോർഫിനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സെമി സിന്തറ്റിക് ഡ്രഗ്. എന്താണ് ഹെറോയിൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കെമിക്കൽ നെയിം ഈസ് ഡൈ അസറ്റൈൽ മോർഫൈൻ. പിന്നെ ഒരു LSDയുടെ കാര്യം പറഞ്ഞിരുന്നു. ഫുൾ ഫോം ചോദിക്കാവുന്നതാണ് LSD. ലൈസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ്. ഇതാണ് LSDയുടെ ഫുൾ ഫോം, ലൈസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ്. ഇതായിരുന്നു കഴിഞ്ഞതിൽ ഞാൻ എക്സാം പോയിന്റിലേക്ക് പ്രത്യേകിച്ച് പറയാതിരുന്നു. അത് ശ്രദ്ധിക്കണം, ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡ്രഗ്സിന് ഒരു ഹലൂസിനേഷൻ, നമുക്ക് മാനസികമായിട്ട് ഉല്ലാസമൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ മാനസിക നിലയിൽ മാറ്റം വരുത്തുന്നു. ഉല്ലാസമാണ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, ഉപയോഗിക്കുന്നവർക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വ്യാപകമായിട്ടത് അബ്യൂസ് തുടങ്ങി. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കി. നമ്മുടെ ഇന്ത്യയിലുള്ള ഇപ്പോൾ ശക്തമായ നിയമങ്ങളിലൊന്നാണെന്നാണ് എല്ലാവരും ക്ലാസ് എടുക്കുമ്പോൾ പറയുക. ശരിയാണ്, NDPS നിയമം, ആക്ട് 85. മുൻപ് ഈ ആക്ടിൽ ചെറിയ ചെറിയ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കുറ്റങ്ങൾക്ക് വരെ നല്ല ശിക്ഷയുണ്ടായിരുന്നു. അപ്പോൾ പല രീതിയിലും ഇത് എൻഫോഴ്സ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ആ നിയമത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള വ്യാപകമായ ആക്ഷേപവും ഉണ്ടായി. ഇപ്പോൾ പല സമയത്തായിട്ട് അതിന് അമെൻമെൻറ്റ് നടത്തി. ഇപ്പോൾ ആക്ടിൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അതിനകത്ത് സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ 3 ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഒരു ഡ്രഗ്, കഞ്ചാവോ ഹെറോയിൻ MDMA എന്താണെങ്കിലും ചെറിയ അളവിൽ സൂക്ഷിച്ചാൽ ചെറിയ ശിക്ഷ, ഒരു മോഡറേറ്റ് അളവിൽ സൂക്ഷിച്ചാൽ ആ ശിക്ഷ, വലിയ തോതിൽ സൂക്ഷിച്ചാൽ അതിന് വലിയ ശിക്ഷ, ആ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ അബ്കാരി ആക്ടിൽ അരക്കുപ്പി ചാരായം സൂക്ഷിച്ചാലും 10,000 ലിറ്റർ ചാരായം സൂക്ഷിച്ചാലും ശിക്ഷ ഒന്ന് തന്നെ. ഒരു കുപ്പി സ്പിരിറ്റ് കടത്തിയാലും 10 ലോഡ് സ്പിരിറ്റ് ഒരുമിച്ച് കടത്തിയാലും ഒരേ ശിക്ഷ തന്നെ, ഒരു കേസായാലും മതി. പക്ഷേ NDPSൽ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. കാരണം ചെറിയ ചെറിയ അളവ് ഡ്രഗ്സ് കേസുകൾ കണ്ടമാനം കൂടുകയും അതിനകത്ത് പല രീതിയിലുള്ള ആരോപണം വന്നുകൊണ്ടാണ് ഇതിനെ അമെൻമെൻറ്റിൽ സ്മോൾ ക്വാണ്ടിറ്റി കേസ്, ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി കേസ്, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസ് എന്ന് പറഞ്ഞ് നിയമം അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓരോന്നിൻ്റെയും സ്മോൾ ക്വാണ്ടിറ്റി എത്രമാത്രം ആവാം എന്നുള്ളതിന് നിങ്ങൾക്ക് റൈറ്റപ്പ് തരും. അത് ഒരു ടേബിളാക്കി നമുക്ക് ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി NDPS കേസുകളിലേക്ക്, NDPS ആക്ടിലേക്ക് നമുക്ക് പതുക്കെ വരാം. സാധാരണ ഉള്ളതുപോലെ തന്നെ ആക്ടിൽ ഒരു 5 ചാപ്റ്ററായിട്ടാണ് സാധാരണ 5 ചാപ്റ്ററായിട്ടാണ് NDPS ആക്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അതൊന്ന് പ്രിലിമിനറി, 2 അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ്, അതിനകത്ത് 3 പ്രൊഹിബിഷൻ ആൻഡ് കൺട്രോൾ, 4 ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ്, 5 പ്രൊസീജ്യേഴ്സ്. പിന്നെ ഒരു ചെറിയ പാർട്ട് ഫോർഫിച്ചർ പ്രോപ്പർട്ടി, അത് പ്രൊസീജിയറിൽ തന്നെ വരുന്ന. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊസീജിയറാണ്. എന്നാലും പ്രൊസീജിയർ ചെയ്യുമ്പം അതിനകത്ത് പല കാര്യങ്ങൾ എഴുതി ചേർക്കാനുണ്ട്. ഉദാഹരണം, ഗഞ്ചാവ് പിടിച്ചു, പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലതും ചെയ്യേണ്ടതുകൊണ്ട് അതിനകത്ത് മഹസർ എഴുതണം. അവസാനം മഹസറിൽ നമ്മൾ എഴുതുമ്പം ഗഞ്ചാവിനെ ഡിഫൈൻ ചെയ്യണം. ഉദാഹരണം, അപ്പോൾ എന്താണ് ഗഞ്ചാവ് എന്ന ഡെഫിനേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ സാധാരണ എന്ന് പറയാൻ കാര്യം പെട്ടെന്ന് അതിലേക്ക് ചാടിപ്പോയതുകൊണ്ടാണ്. ഏതാണ്ട് എല്ലാ ആക്റ്റുകളിലും പ്രിലിമിനറി ഭാഗം കഴിഞ്ഞാൽ, പ്രിലിമിനറി എന്ന് പറയുമ്പോൾ ഈ ആക്ടിൻ്റെ പേര് NDPS ആക്ട് 1985 ആണ്. ഇത് ഹോൾ ഓഫ് ഇന്ത്യയിൽ എല്ലാം ഇഫക്റ്റ് ഉള്ളതാണ്. എക്സെപ്റ്റ് കുറച്ച് സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് പറയും. ഇതാണെന്ന് പറഞ്ഞൊരു പ്രിലിമിനറി ഉണ്ടാവും. സാധാരണ പ്രിലിമിനറി കഴിഞ്ഞാൽ പിന്നെ ഡെഫിനേഷൻസ് ആണ്. അതുകൊണ്ടാണ് നേരെ സാധാരണ എന്ന് പറയാൻ കാരണം.
അപ്പോൾ ഡെഫിനേഷൻസിൽ ആ ആക്റ്റിൽ പിന്നീട് വരുന്ന പല വാക്കുകളും റിപ്പീറ്റ് വരുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻസ് ആണ് ഈ പാർട്ട് 2-ൽ സാധാരണഗതിയിൽ എല്ലാ ആക്റ്റുകളിലും കാണാറുള്ളത്. ചിലതിൽ പാർട്ട് 3 ആവും. ആ ഡെഫിനേഷൻസിൽ ഒരു കാര്യം എന്തായാലും നമുക്ക് പഠിച്ചു തന്നെ പോകണം. ഗഞ്ചാവിൻ്റെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 2, ദ ഫ്ലവറിംഗ് ഓർ ഫ്രൂട്ടിംഗ് ടോപ്സ് ഓഫ് ദി കന്നാബിസ് പ്ലാന്റ്, അതിൻ്റെ ബ്രാക്കറ്റ് കൊടുത്ത് ശ്രദ്ധിക്കണം, എക്സ്ക്ലൂഡിംഗ് ദ സീഡ്സ് ആൻഡ് ലീവ്സ് വെൻ നോട്ട് അക്കമ്പനിഡ് ബൈ ദ ടോപ്സ്. നമ്മൾ എഴുതുമ്പം ഇത്രയാണ് സാധാരണ എഴുതുക. ഇപ്പം ഗഞ്ചാവ് എന്നുള്ള ഡ്രഗിനെ ഏത് രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇല, പൂവ്, കായ. ശരിക്കും ഇല, പൂവ്, തണ്ട്, കായ എന്നൊക്കെ എഴുതാം. എന്ത് വേണമെങ്കിൽ എഴുതി ചേർക്കാം. എപ്പോ പൂവും കായും ഉൾപ്പെടെ ഉള്ളപ്പോൾ. സാധാരണ ഗഞ്ചാവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ടോപ്സിനെ പറയാറുള്ളൂ. അതിൻ്റെ പൂവും അതിനറ്റത്തുണ്ടാവുന്ന കായും, അല്ലെങ്കിൽ പൂവും കായും ഉൾപ്പെടുന്ന പൂങ്കുല ഭാഗം. പൂങ്കുല എന്നൊക്കെ പറയുമ്പം കണ്ടിട്ടില്ലാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. പൂങ്കുല എന്ന് പറയുമ്പോൾ നമ്മുടെ തെങ്ങിൻ പൂക്കുല പോലെ കിടക്കുന്ന സാധനമല്ല, ചെറിയൊരു സ്റ്റാൻഡായിരിക്കും. ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ടോപ്പാണ് കഞ്ചാവ്, സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ കുരു, അതിൻ്റെ തണ്ട്, അതിൻ്റെ ഇലയോട് ചേർന്നുള്ള ഇലഭാഗങ്ങൾ ഈ ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ടോപ്സിനോട് ചേർന്നാണെങ്കിൽ അതും കഞ്ചാവ് തന്നെയാണ്. അല്ലാതെ ഇല മാത്രം, കഞ്ചാവിൻ്റെ കുരു മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് കഞ്ചാവായിട്ട് ഡെഫിനിഷനിൽ പറയുന്നില്ല. അതുകൊണ്ട് എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇല, പൂവ്, കായ എന്ന് പറഞ്ഞാൽ പൂവ്, കായ കൂടെ വരണം. അതിൻ്റെ തണ്ടോട് കൂടിയ കഞ്ചാവിൻ്റെ അഗ്രഭാഗങ്ങളിൽ എഴുതും. അതാണ് കഞ്ചാവ്. അല്ല ചെടിയോടെ കഞ്ചാവ് എന്ന് പറയില്ല. ചെടിയോടെ ആണെങ്കിൽ കഞ്ചാവ് ചെടി, അത് വേറെ കാര്യമാണ്. ഗഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഇല, പൂവ്, കായ. പൂവ്, കായ അതിനോടനുബന്ധിച്ച ഗഞ്ചാവിൻ്റെ ചെടിയുടെ അഗ്രഭാഗം എന്ന് തന്നെ പറയണം. ഇപ്പം ഡെഫിനേഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനേഷൻസ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുപോലുള്ള ഭാഗങ്ങളിൽ നമ്മുടെ അബ്കാരി ആക്ട് എടുത്താലും അല്ലെങ്കിൽ ഫോർ റൂൾസ് എടുത്താലും അതിനകത്ത് ഡെഫിനേഷനിൽ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ എക്സൈസ് കമ്മീഷണർ കേരള, അബ്കാരി ഓഫീസർ, ഡിസ്ട്രിക്ട് ഓഫീസർ എന്ന് പറഞ്ഞ ഡെഫിനേഷൻ വരുന്നുണ്ട്. അതിനകത്ത് പലതിലും നമുക്ക് പ്രൊസീജിയറിൽ ആ വാക്ക് ഉപയോഗിക്കേണ്ടതോ പ്രൊസീജിയറിൽ ആ വാക്കിന് ഇമ്പോർട്ടൻസ് വരുന്നുമില്ല. ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം നമ്മൾ കേസ് എഴുതുമ്പം ഗഞ്ചാവിൻ്റെ ഇല, തണ്ട്, കായ എന്നിവ കണ്ടു എന്ന് പറഞ്ഞ് കേസങ്ങ് എഴുതി, പൂവും കായും ഇല്ല, അത് നിൽക്കില്ല, അതിനെ കഞ്ചാവിൻ്റെ ഡെഫിനേഷന് വരില്ല. അതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള ഡെഫിനേഷൻസ് നമുക്ക് വഴിയെ പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഈ കൺവേയൻസ് എന്നൊക്കെ പറയുന്നത് വരും. അപ്പോൾ ആക്ടിലേക്ക് പോകുമ്പോൾ സാധാരണ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് അത് വേറൊരു ടേബിളായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു ഒഫൻസ്, അതിൻ്റെ പെനാൽറ്റി, ഒരു കുറ്റം, ശിക്ഷ. അതിനാദ്യം ഒരു കുറ്റത്തെപ്പറ്റി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. NDPS കേസിൽ സാധാരണ രീതിയിൽ കുറ്റം ഒന്നാണ്. NDPS എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. അതുകൊണ്ട് NDPS ഇനി പറയുമ്പം ആക്ടിൻ്റെ പേരില്ല, ഡ്രഗിനെ ഉദ്ദേശിച്ചാണ് NDPS ആക്ട് എന്ന് പറയുവാണെങ്കിൽ ആക്ടിലേക്ക് പോവുക. അപ്പോൾ NDPS കൈവശം വയ്ക്കുക, കടത്തുക. യൂസിൻ്റെ കേസുകൾ നമുക്ക് കുറവാണ്. അതായത് ഒരാൾ കഞ്ചാവ് ഉപയോഗിച്ച് അവശ നിലയിലിരിക്കുന്നു, അയാൾക്കെതിരെ കേസെടുക്കുമ്പോൾ നമ്മൾ പിന്നെ മെഡിക്കൽ ചെക്കപ്പിന് പോയി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ്, ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. അയാൾ കഞ്ചാവ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതോ മദ്യപിച്ചിരിക്കുകയാണോ, അതോ വല്ല അസുഖമായിട്ട് കിടക്കാണോ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കഞ്ചാവ് അല്ലെങ്കിൽ NDPS ഉപയോഗം, NDPS ഉദ്ദേശിക്കുന്ന ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗും സൈക്കോട്രോപിക് സബ്സ്റ്റൻസും, അതിൻ്റെ ഉപയോഗം കേസുകൾ വളരെ കുറവാണ് സാധാരണഗതിയിൽ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ സാധാരണ NDPS കേസുകൾ ഒറ്റ വഴിക്കേ പോകുള്ളൂ. മീൻസ് പൊസഷൻ, ട്രാൻസ്പോർട്ട്, കൈവശം വയ്ക്കുക, ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പം അതിൻ്റെ പ്രൊസീജിയറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്ങനെയാണ് ആ കേസ് എഴുതി പോവുക? പ്രൊസീജിയർ നമുക്ക് ആദ്യം ഒന്ന് പഠിക്കണം. അത് കഴിഞ്ഞാൽ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഗഞ്ചാവാണെങ്കിൽ ഏതാണ് സെക്ഷൻ, ഒപ്പിയമാണെങ്കിൽ ഏതാണ് സെക്ഷൻ, MDMA ആണ് ഏതാണ് സെക്ഷൻ. അടുത്തത് വരുന്നത് MDMA എത്രയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അളവാണെങ്കിൽ ഏതാണ് സെക്ഷൻ, മീഡിയം ആണെങ്കിൽ ഏതാണ് സെക്ഷൻ, ഗഞ്ചാവാണെങ്കിൽ കുറഞ്ഞ അളവിൽ എന്താണ് സെക്ഷൻ. അപ്പോൾ സെക്ഷനും അളവും കെമിക്കലും അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കി പ്രൊസീജിയറിലേക്കാണ് നമ്മൾ NDPS ആക്ട് പ്രകാരം കൂടുതൽ പഠിക്കേണ്ടത്. അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ NDPS ആക്ട് 2-3 അമെൻമെൻറ്റിന് വിധേയമായിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അതിൻ്റെ പ്രൊസീജിയറിലേക്കാണ് പോകേണ്ടത്.
അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി നിയമം ഉണ്ടാക്കി, ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കി വയ്ക്കും, നമ്മൾ എൻഫോഴ്സ് ചെയ്യും, അത് പിന്നെ ജുഡീഷ്യറി അത് തീരുമാനിക്കും അതിൻ്റെ ബാക്കി ഭാവി കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻഫോഴ്സ് ചെയ്യുമ്പോൾ മറ്റ് നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രേഖകളുടെ എണ്ണം കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആക്റ്റാണ് അല്ലെങ്കിൽ പ്രൊസീജിയറാണ് NDPS. ഒന്നാമത്തെ കാര്യം, ആ രേഖകളിൽ പലതും മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ആ ഒരു കാര്യം മറ്റുള്ളവർക്ക് തോന്നും, അല്ലെങ്കിൽ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥന് തോന്നും ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ എന്ന്, എന്നാലും കോടതിയിൽ അത് മാൻഡേറ്ററി ആയിട്ട് കണക്കാക്കും. ആ ഒരു കാരണം കൊണ്ട് കേസ് വിട്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഏത് കേസെടുത്താലും 24 മണിക്കൂറിനുള്ളിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ പ്രതിയെ ഹാജരാക്കിയിട്ട് ഇയാളാണ് പ്രതി, ഇയാളെ അങ്ങ് റിമാൻഡ് ചെയ്തേരെ, ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറയലല്ല. പ്രതി ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കി എല്ലാ കേസ് രേഖകളും കോടതി കൊടുക്കുന്നുണ്ട്. അതിനൊരു മഹസൂർ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ മഹസൂർ ഉണ്ടാക്കുന്നുണ്ട്. NDPS ആക്ടിൽ ഒരു ഭാഗമുണ്ട്, നിങ്ങൾ ഒരാളെ NDPSമായിട്ട് അറസ്റ്റ് ചെയ്ത്, ഡ്രഗുമായിട്ട് അറസ്റ്റ് ചെയ്ത് കേസെടുത്തു കഴിഞ്ഞാൽ ആ വിവരം 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനെ അറിയിക്കണം. ഇമ്മീഡിയറ്റ് 24 മണിക്കൂറിൽ ആരെ അറിയിക്കണം? കോടതി അറിയിക്കണം. കോടതി എല്ലാം കൊടുക്കാൻ വേണം. 72 മണിക്കൂറിനുള്ളിൽ മറ്റാളെ അറിയിച്ചില്ലെങ്കിൽ കേസ് വിട്ടുപോകും. വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ ജഡ്ജിനെയോ കൊണ്ടേ കാണിച്ച് കേസിൻ്റെ ഉറപ്പ് വരുത്തി രേഖകളെല്ലാം കൊടുക്കണം. പക്ഷേ 72 മണിക്കൂറിൽ നിങ്ങളൊന്നുകൊണ്ട് ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനെ അറിയിച്ചില്ല, അതുകൊണ്ട് കേസ് വിട്ടുകളഞ്ഞു. രസകരമാണ്, അത് അറിയില്ല. രണ്ടാമത്, ഇമ്മീഡിയറ്റ് സുപ്പീരിയർ എഴുതിയിട്ടുണ്ട് നിയമം അമെൻഡ് ചെയ്തപ്പം. ചിലപ്പോൾ നിയമമൊന്നും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതല്ലെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം, അതിനല്ലേ ക്ലാസ്സുകളും ചർച്ചകളും ഒക്കെ. അതിനകത്ത് ഇമ്മീഡിയറ്റ്ലി ഇത് സുപ്പീരിയർ എന്നായിരുന്നിരിക്കാം. ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനെ അറിയിക്കേണ്ടതിൻ്റെ ഒരു ഭാഗവും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മറ്റുള്ളവരും എനിക്കറിയില്ല. ഇപ്പം എൻ്റെ സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ AC ഉണ്ട്, DC ഉണ്ട്, JEC ഉണ്ട്. ഇവരിൽ ആരെങ്കിലും അറിയിച്ചാൽ പോരാ, കറക്റ്റ് ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനെ തന്നെ അറിയിച്ചോ, അല്ലെങ്കിൽ വിട്ടുപോകും. കോടതി അറിയിച്ചോ, അത് കുഴപ്പമില്ല. കോടതി അറിയിച്ച സാധനം പിന്നെ അയാളെ അറിയിച്ചോ എന്ന് ചോദിച്ചിട്ടാണ്, അല്ല ആ ഉദ്യോഗസ്ഥനെ അറിയിച്ചോട്ടോ എന്ന് ചോദിച്ചിട്ടാണ് കേസുകൾ വിട്ടുപോവുക. ഇത്രയും വികാരഭരിതമായിട്ട് പറയാൻ കാര്യം ഇമ്മീഡിയറ്റ് അല്ല. പണ്ടൊക്കെ അങ്ങനെ തെറ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ കേസ് പിടിച്ചു, അന്ന് AEC ആണെങ്കിൽ AEC ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ നമ്മൾ CA ആയിരിക്കും വിട്ടുപോകുക, അല്ലെങ്കിൽ സിയോട് കാര്യം പറയും. പക്ഷേ ഈ ലെറ്റർ എഴുതുന്നത് ഡിവിഷൻ ഓഫീസിലേക്ക് എഴുതും. നിങ്ങൾ ഇമ്മീഡിയറ്റിനെ അറിയിച്ചില്ല, കേസ് വിട്ടിട്ടുണ്ട്, സങ്കടകരമാണ്. അതുകൊണ്ടാണ് പറയാൻ കാര്യം. അപ്പോൾ അങ്ങനെ പ്രൊസീജിയർ ലാപ്സ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് കുറേ മാൻഡേറ്ററി പ്രൊസീജിയേഴ്സ്, ചിലത് വേണ്ടത് തന്നെയാണ്, ചിലത് അങ്ങനെ വേണ്ടിയിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല തോന്നുമെങ്കിലും ആക്ടിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളിത് ഫോളോ ചെയ്യാൻ വളരെ ബാധ്യസ്ഥരാണ് കേസ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ NDPS കേസ് ആദ്യം എന്ന് പറഞ്ഞാൽ കേസ് ഡിറ്റക്ട് ചെയ്യണമല്ലോ, കേസ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ചില പേപ്പേഴ്സ് ഇടുമ്പോൾ അതിനകത്ത് ആദ്യം തന്നെ കാണും ഹൗ കെയിം ദ കേസ് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഈ കേസ് നിങ്ങളുടെ കയ്യിലെത്തിയത്? സ്വന്തമായിട്ട് അറിവ് കിട്ടിയിട്ടാണോ എന്ന് പറഞ്ഞ ഒരാൾ ഇൻഫർമേഷൻ തന്നിട്ടാണോ, അത് നിങ്ങൾ പോയി അല്ലാതെ കണ്ടുപിടിക്കുകയാണോ, തന്നെത്താനാണോ, അറിവിന്മേലാണോ? അപ്പോൾ ഒന്ന് ബൈ ഇൻഫർമേഷൻ, രണ്ട് ബൈ സെൽഫ്, തന്നെത്താനെ കണ്ടുപിടിക്കണം. അപ്പോൾ NDPSൽ ഇത് രണ്ടിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ അബ്കാരി ആക്ടിൽ കേസുകളൊക്കെ ആണെങ്കിൽ ഇൻഫർമേഷൻ കിട്ടിപ്പോയാലും അല്ലാതെ പോയി കേട്ടുന്നാലും നമുക്ക് അല്ലാതെ പോയി ഒരു കേസ് എടുത്തു കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള വേറെ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. നമ്മൾ ഒരു അറിയിപ്പ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് അതല്ല, കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ഇൻഫർമേഷൻ, രണ്ട് അല്ലാതെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനകത്ത് കുഴപ്പങ്ങളൊക്കെ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ കുഴപ്പങ്ങൾ മീൻസ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഇൻഫർമേഷൻ കിട്ടിപ്പോകുമ്പോഴുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കേസ് പോകും, ആ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഡ്രഗ് ഏതൊക്കെയാണെങ്കിൽ ഏതൊക്കെ സെക്ഷനാണ് വരിക, അത് നമുക്ക് അതിനകത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇൻഫർമേഷൻ പ്രകാരം, ഒരു അറിയിപ്പ് കിട്ടിയ പ്രകാരം ഒരു കേസ് മുന്നോട്ട് പോകുന്നത് എങ്ങനെ, അതിലേക്കാണ് നമ്മുടെ പോക്ക്. ഇപ്പോൾ ഇൻഫർമേഷൻ ബൈ ചാൻസ്. അടുത്തത്, ഇപ്പം ഒരു കേസിൽ ഈ പ്രൊസീജിയേഴ്സ്, നമ്മുടെ ഈ കേസിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ സെക്ഷൻ 40 മുതൽ മുകളിലേക്കാണ് കിടക്കുന്നത്. സെക്ഷൻ 40 വരെ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ബാക്കിലേക്ക് പോവുക. അതിനകത്ത് പലതിലും പെനാൽറ്റീസാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ
42(1) അത് പ്രകാരം ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷൻ എഴുതിയെടുക്കണം. ഏത് ഉദ്യോഗസ്ഥനാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് ആ ഉദ്യോഗസ്ഥൻ ആ ഇൻഫർമേഷൻ എഴുതിയെടുക്കണം. എഴുതിയെടുക്കുക ഇൻ ദ സെൻസ് ടൈപ്പ് ചെയ്തോ ഒന്നും എടുക്കുന്നത് സ്വീകരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. 42(1) പ്രകാരം ഉദ്യോഗസ്ഥന് കിട്ടുന്ന ഇൻഫർമേഷൻ എഴുതി എടുക്കണം. അതിൻ്റെ 42(1) നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാൻ പറ്റും, അത് കുഴപ്പമില്ല. ഇപ്പോൾ അത് ഫുള്ളായിട്ട് വായിക്കേണ്ടതില്ല. ഉദാഹരണം, എൻ്റെ ഓഫീസിലേക്ക് ഇൻഫർമേഷൻ വരികയാണ്, ടെലിഫോൺ കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ എഴുതും. 11/9/2020 രാവിലെ 9:30 മണിക്ക് ഞാൻ ഓഫീസിലിരിക്കെ ഓഫീസ് ഫോണിലേക്ക് വന്ന ഇൻഫർമേഷൻ പ്രകാരം ഇന്ന താലൂക്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നടത്ത് ഇന്ന രീതിയിലുള്ള ഒരു വണ്ടിയിൽ ഡ്രഗ് കടത്തുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ട്. ഈ വിവരം സെക്ഷൻ 42(1) പ്രകാരം ഞാൻ എഴുതിയെടുക്കുന്നു. ആ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ റൈറ്റിംഗ് ആണ് ആദ്യം വേണ്ടത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ 3 കോപ്പി വേണം. ആ ഇൻഫർമേഷൻ റൈറ്റിംഗ് എന്തായാലും കോടതിക്ക് കൊടുക്കണം 24 മണിക്കൂറിനുള്ളിൽ കേസിൻ്റെ ഒപ്പം. പക്ഷേ 72 മണിക്കൂറിനുള്ളിൽ അത് ഇമ്മീഡിയറ്റ് സുപ്പീരിയറിന് കൊടുക്കുകയും വേണം. ആ 72 മണിക്കൂറിൽ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിന് ഇതിൻ്റെ കോപ്പി കൊടുത്തില്ല എങ്കിൽ ആ കേസിനത് വളരെയധികം ദൗർബല്യപ്പെടുത്തും. അപ്പോൾ അത് 3 കോപ്പി ഉണ്ടാക്കണമെന്ന് പറയുന്നതിൽ 1 കോപ്പി കോടതിക്ക് വേണം, 1 കോപ്പി നമ്മുടെ ഫയലിൽ വേണം, 1 കോപ്പി ഇമ്മീഡിയറ്റ് സുപ്പീരിയറിന് അയക്കാൻ വേണം. അപ്പോൾ ആദ്യത്തെ ഭാഗം ഇൻഫർമേഷൻ കിട്ടിയാൽ എഴുതിയെടുക്കുക 42(1) പ്രകാരം. 42 പ്രകാരം എഴുതിയെടുത്തതിൻ്റെ 1 കോപ്പി ഇമ്മീഡിയറ്റ് സുപ്പീരിയർ കൊടുക്കുക. ഫസ്റ്റ് പണി അത്. അടുത്തത് ഇൻഫർമേഷൻ റൈറ്റിംഗ് എഴുതി അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ക്രൈം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ആ പ്ലേസിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പം പോയി കഴിയും പബ്ലിക് പ്ലേസ് ആവാം, അല്ലെങ്കിൽ ഒരു കൺഫൈൻഡ് ഏരിയ ആകാം, ഒരു പ്രൈവറ്റ് വീടോ വാഹനത്തിനോട് വശമോ അങ്ങനെയൊക്കെ ആവാം. പബ്ലിക് പ്ലേസ് ആണെങ്കിൽ നമുക്ക് വേറെ പ്രൊസീജിയറൊന്നുമില്ല. നമ്മുടെ ആ പോയ കാര്യം എങ്ങനെയാണ് അതിപ്പോൾ അടുത്ത് വരും. പോയ കാര്യം നമ്മൾ നേരെ പ്രത്യേകിച്ച് രേഖകൾ തയ്യാറാക്കാതെ മുന്നോട്ട് പോകാം. പബ്ലിക് പ്ലേസിൽ ഒരു റോഡ് സൈഡിൽ കഞ്ചാവ് ചെടി നിൽക്കുന്നു എന്ന് കഞ്ചാവ് ചെടി കണ്ടു, കഞ്ചാവ് ചെടിയുടെ ബാക്കി കാര്യം നമ്മളങ്ങ് ചെയ്യാം. അതിൽ വീട്ടിനകത്ത് ആണ്, ഒരു സെക്യൂർഡ് ബിൽഡിങ്ങിനകത്താണ്, അല്ലെങ്കിൽ വണ്ടിക്കകത്താണ്. അങ്ങനെയാണെങ്കിൽ സമയം പ്രധാനപ്പെട്ടതാണ്. അസ്തമനത്തിനും ഉദയത്തിനും ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം രാത്രിയിലാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് എന്ന് പറഞ്ഞ് വേറൊരു പേപ്പർ തയ്യാറാക്കും. ഇൻഫർമേഷൻ കിട്ടി ഞാൻ വന്നു, സെക്ഷൻ 42 വണ്ടി ഇൻഫർമേഷൻ കിട്ടി വന്നു, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെയാണ്, അപ്പോൾ എനിക്കിതിനകത്ത് ഉത്തമ വിശ്വാസമുണ്ട്. അങ്ങനൊരു വിശ്വാസക്കുറിപ്പ്, നമ്മുടെ സെർച്ച് മെമ്മോയ്ക്ക് തുല്യമായിട്ടൊരു വസ്തു, ഒരു പേപ്പർ, അതും കൂടെ തയ്യാറാക്കണം. ഈ ബിറ്റ്വീൻ സൺസെറ്റ് ആൻഡ് സൺറൈസ്, മാത്രവുമല്ല പബ്ലിക് പ്ലേസ് അല്ലെങ്കിൽ. അപ്പോൾ തന്നെ 3 രേഖകൾ, അല്ല 3 പ്രൊസീജിയറായി. ഒന്ന് ഇൻഫർമേഷൻ എഴുതിയെടുത്തു, അത് അയക്കാനുള്ള ഏർപ്പാട് എടുക്കണം. 2 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയാണെങ്കിൽ സൺസെറ്റും സൺറൈസിനും ഇടയ്ക്കാണെങ്കിൽ ഒരു ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ്, അതായത് നമ്മുടെ സെർച്ച് മെമ്മോയ്ക്ക് തുല്യം, നമുക്കറിയൊക്കെ സെർച്ച് മെമ്മോയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു പേപ്പർ, അതും തയ്യാറാക്കണം. ദറ്റ് ഈസ് മാൻഡേറ്ററി. അപ്പം ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് തയ്യാറാക്കുമ്പം എനിക്ക് ആ റിലയബിൾ ഇൻഫർമേഷൻ കിട്ടി, ഞാനിവിടെ വന്നു, ഇതിനകത്ത് എനിക്ക് അങ്ങനെ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാനത് സെർച്ച് ചെയ്യാൻ വേണ്ടി പോണതാണെന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഈ ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് എഴുതുക. ഇത് ഡിഫൻസിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ സെർച്ചിൽ തയ്യാറാക്കുന്നത്. കാരണം ഇതിൻ്റെ സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധത്തിൽ ആരെങ്കിലുമൊക്കെ തടഞ്ഞു വെക്കേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ ഉണ്ടാക്കുന്ന രേഖകൾക്ക് വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പറ്റും. പക്ഷേ രേഖകൾ ഉണ്ടാക്കുന്ന ഒരു അബദ്ധം, അതിനകത്ത് ഡേറ്റ് ഇടുക അല്ലെങ്കിൽ ടൈം ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നത്തിലാണ് കൂടുതലും ഈ NDPS കേസുകൾ നമ്മളെ സങ്കീർണതയിൽപ്പെടുത്തുന്ന കാര്യം. ഇപ്പം 3 കാര്യങ്ങളായി. സെക്ഷൻ 42(1) പ്രകാരം 3 കോപ്പി ഉണ്ടാക്കണം, എഴുതിയെടുക്കണം, അത് 3 കോപ്പി, ഒരെണ്ണം കോടതി,
ഒരെണ്ണം ഫയൽ, ഒരെണ്ണം ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. അടുത്തത് ഇത് പറയുമ്പോൾ ഒരു പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകണം. നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ സമയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ 9:30 എൻ്റെ ഓഫീസിൽ നിന്നപ്പോൾ ഓഫീസ് ഫോണിലേക്ക് വരിക എന്നുള്ളത്. ഓഫീസ് ഫോണിലേക്ക് വന്ന് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുമ്പോൾ നമ്മുടെ ഡിഫൻസിന്, പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേസെടുക്കുന്ന നമ്മളും നമ്മുടെ പോലീസും ഒക്കെയാണ് പ്രോസിക്യൂഷൻ. പോലീസല്ല, നമ്മുടെ അഡ്വക്കേറ്റൊക്കെയാണ് പ്രോസിക്യൂഷൻ. നമ്മൾ പിടിക്കുന്ന പ്രതിയുടെ അഡ്വക്കേറ്റ് അവരാണ് ഡിഫൻസ്. അപ്പോൾ ഡിഫൻസിന് വേണമെങ്കിൽ നമ്മുടെ ഓഫീസിലെ കോൾ റെക്കോർഡ്സ് എടുക്കാം. കാരണം വ്യക്തമായിട്ട് നമ്മൾ എഴുതി വയ്ക്കുന്നുണ്ട്, എൻ്റെ ഓഫീസിലേക്ക് വന്ന ഇൻഫർമേഷൻ പ്രകാരം 9:30 എന്ന് പറഞ്ഞു. സംഭവം 9:30 നമ്മൾ ഉണ്ടാവണം. നമ്മൾ പിന്നീട് ചിലപ്പോൾ 9:30 എന്ന് പറഞ്ഞ ടൈം എഴുതുന്നു. ഇൻഫർമേഷൻ വന്നത് 6:30 ആയിരിക്കാം ചിലപ്പം. അപ്പം ഇൻഫർമേഷൻ വന്ന ടൈം അതിൻ്റെ കോൾ ലോഗ് എടുക്കുമ്പോൾ, EDR ഒക്കെ എടുക്കുമ്പോൾ ഓഫീസ് ഫോണിലേക്ക് വന്ന ഇൻഫർമേഷൻ എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഇലക്ട്രോണിക് ഡേറ്റ കളക്ഷൻ അവർക്കും സാധ്യമാണ്. അതിൻ്റെ ടൈമിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ പറയുന്നതിന് ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മൾ ചിലപ്പം ടൈമിൽ ചെറിയ വ്യത്യാസം വരുത്തി എഴുതാം, അല്ലെങ്കിൽ വ്യത്യാസം വന്നു പോകും. അപ്പോൾ ഒരു ടെലിഫോൺ നമ്പറോ അല്ലെങ്കിൽ ടെലിഫോണോ പ്രത്യേകമായിട്ട് നമ്മൾ എവിടെയെങ്കിലും രേഖയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സ് പ്രതിഭാഗത്തിന് എടുക്കാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ടെലിഫോണിൻ്റെ കാര്യങ്ങളോ മറ്റോ എഴുതുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. രണ്ടാമതൊരു കാര്യം, നമ്മൾ സെർച്ചിന് വേണ്ടി ഒരാളെ അതും ആ സ്ഥലത്തെത്തുമ്പോൾ പറയാം. അല്ലാതെ ഒരാളുടെ പേഴ്സണൽ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും സാധാരണ ഡിഫൻസിന് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഓഫീസ് നമ്പർ ഇത്ര നമ്പറിലേക്ക് വന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ അവർക്ക് കഴിയും. അത് നിയമപരമായിട്ട് അവർക്ക് പറ്റുകയും ചെയ്യും. അപ്പോൾ എത്തി സെക്ഷൻ 42 കംപ്ലീറ്റ്. അത് നമ്മൾ രേഖകൾ തയ്യാറാക്കി. അതിനുശേഷം സെർച്ചാണ്. ഒരു പ്രതിയും ഒരു വാഹനമുള്ള കേസായിക്കോട്ടെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് പോകാൻ പറ്റും. ഒരു വാഹനത്തിൽ ഡ്രഗ് കൊണ്ടുവരുന്നു, ഗഞ്ചാവ്. ഇപ്പോൾ ഇൻഫർമേഷൻ പ്രകാരം നമ്മൾ ഇവിടെ എത്തുന്നു, നമ്മൾ തടഞ്ഞു നിർത്തുന്നു. മഹസർ ഏറ്റവും അവസാനം തയ്യാറാക്കുന്ന രേഖയാണെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം. കോടതി ചെല്ലുമ്പോഴത്തേക്കും വെറുതെ ആണെങ്കിലും വക്കീൽ ഉപയോഗിക്കാനില്ലാത്തപ്പം നിങ്ങളവിടെ ആദ്യം തയ്യാറാക്കിയ രേഖ എന്താണ്? നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പലപ്പോഴും ഒരുപാട് നേരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലാത്തതാണ് ചിലർ മഹസർ എന്ന് പറയാറുണ്ട്. ഏറ്റവും അവസാനം തയ്യാറാക്കുന്ന സാധനമാണ് മഹസർ. കാരണം പ്രൊസീജിയറല്ല, കഴിഞ്ഞിട്ട്. എനിക്ക് തന്നെ ഒരു കേസുണ്ടായപ്പോഴത്തേക്കും ഒരു സ്പിരിറ്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസ് ഡിറ്റക്ഷൻ്റെ ടൈമും എഴുതേണ്ടി വന്നു. അപ്പോൾ മഹസർ എഴുതുന്ന സമയമായപ്പോഴത്തേക്കും ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞിട്ട് മഹസറിൻ്റെ ടൈം അങ്ങനെ വെച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയി. അപ്പോൾ അതിന് നമ്മുടെ പേരിൽ അന്വേഷണം നടത്താനുള്ള ഉദ്യോഗസ്ഥനോട് വന്നിട്ട് എന്താണ് ഇത്ര മാത്രം സമയം കഴിഞ്ഞത്? ഇത്ര സമയം വേണോ? 1-2 മണിക്കൂറിൻ്റെ സമയം കഴിയും മഹസർ എഴുതി കൂടെ? ഒരു സ്പിരിറ്റ് കന്നാസും നമ്മൾ തുറന്ന് പരിശോധിച്ച് അതിനകത്തുനിന്ന് സാമ്പിൾ എടുക്കുക, തിരിച്ച് ലീക്കില്ലാതെ അടയ്ക്കുക. ഇതിന് 1 മിനിറ്റ് വന്നാൽ 1 മിനിറ്റ് മതിയും. ആവശ്യം വന്നാൽ തന്നെ 300 കന്നാസിന് 5 മണിക്കൂർ എടുക്കും. ഇതൊക്കെയാണ് ചോദ്യവും പറച്ചിലും വരിക. അപ്പം നമ്മുടെ ഒരു തൊട്ട് മേലുദ്യോഗസ്ഥൻ ഇതുപോലെ പൊട്ടത്തരം നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി പഠിച്ച് പ്രതിയെ രക്ഷിക്കാൻ നിൽക്കുന്ന വക്കീൽ എത്രമാത്രം ശ്രദ്ധിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിരിക്കണം. അതുകൊണ്ടാണ് ആ രീതിയിൽ ഞാൻ ക്ലാസ് പറഞ്ഞു പോകുന്നത്. ഒരു വാഹനവുമായിട്ട് വന്നു, നമ്മൾ തടഞ്ഞു നിർത്തി. തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്, അതൊക്കെ ഉണ്ടോ? ഇൻഫർമേഷൻ ഇല്ലാത്ത കേസാണെങ്കിൽ വേറെ ലൈനിലാണ് ഇൻഫർമേഷൻ ഉണ്ട്. ആ പേരും ഊരുമൊക്കെ ചോദിക്കുന്നു. എന്താണ് വണ്ടിയിൽ? വണ്ടിയിൽ ഗഞ്ചാവാണ്. ഓക്കെ, അവൻ പറഞ്ഞു, നമുക്ക് കാര്യം മനസ്സിലായി. വണ്ടിയിൽ ഗഞ്ചാവാണ്, നമുക്ക് വണ്ടി പരിശോധിക്കാം. അതിന് പ്രത്യേകിച്ച് ആരുടെയും അനുവാദമോ മറ്റൊന്നും ആവശ്യമില്ല. വണ്ടി പരിശോധിച്ചു, ഗഞ്ചാവ് കണ്ടെടുത്തു. വണ്ടി പരിശോധിച്ച് ഗഞ്ചാവ് കണ്ടെടുക്കുമ്പോൾ വണ്ടിക്കകത്ത് എവിടെ നിന്നാണോ ഗഞ്ചാവ് കണ്ടെടുത്തത് ആ ഭാഗം ഇൻവെൻട്രിയിൽ ഒന്ന് കാണിക്കണം. ഉദാഹരണം, ഒരു കേസിൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം LSG സ്റ്റാമ്പ് 4-5 എണ്ണം കിട്ടിയത് വണ്ടിയുടെ ഡാഷ്ബോർഡിനകത്ത് സൂക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ചാർജ് ഷീറ്റ് കൊടുത്ത കേസ് മാത്രമാണ്. അതിനെ ട്രയലിനും വന്നു.
ട്രയലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വക്കീൽ വെക്കുന്നത് ഇത് നിങ്ങൾ തയ്യാറാക്കിയ ഇൻവെൻട്രി ആണോ? അല്ല. അതെന്താ? നമ്മുടെ ഡിറ്റക്റ്റീവ് ഓഫീസർ തയ്യാറാക്കിയ ഇൻവെൻട്രി ആണ്. ആ ശരി. ഈ ഡ്രഗ് കണ്ടെടുത്തത് വണ്ടിയുടെ ഡാഷ്ബോർഡിൽ നിന്നല്ലേ? അതെ. ഇൻവെൻട്രിയിൽ ഡാഷ്ബോർഡ് ഇല്ല. അപ്പം ഞാൻ ആ വണ്ടിക്ക് ഡാഷ്ബോർഡ് ഇല്ല എന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞാണ് വക്കീലോട് ചോദിക്കുന്നത്. നമ്മൾ ഇൻവെൻട്രിയിൽ ഡാഷ്ബോർഡ്, ഒരു ക്ലച്ച്, ഒരു ആക്സിലറേറ്റർ, ഗിയർ എന്ന് എഴുതാറില്ലല്ലോ. ഇൻവെൻട്രിക്ക് നമുക്കൊരു സാധാരണ രീതിയുണ്ട്. ഇതേപോലെയാണ് പോക്ക്. വണ്ടിയുടെ ഡിക്കിക്കകത്തുനിന്ന് ഗഞ്ചാവ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വേറെ സാധനങ്ങളുണ്ട്. ഡിക്കിക്കകത്ത് നിന്നത് കിട്ടിയെന്ന് പറയുമ്പം ഡിക്കി എന്നുള്ളത് ഇൻവെൻട്രി പറഞ്ഞിട്ടില്ല. അപ്പം അന്ന് എനിക്ക് പറയാൻ തോന്നത്രേ ഉള്ളൂ, വണ്ടിയുടെ എല്ലാ പാർട്സും നമ്മുടെ മാനുവലിലുള്ള പോലെ ഇതിൽ എഴുതാറില്ല. വണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെൻട്രി തയ്യാറാക്കുന്നവർ പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ സാധനവും എഴുതാൻ പറ്റുമോ? അതുമില്ല. ബോണറ്റിനകത്തുനിന്ന് ഗഞ്ചാവ് കിട്ടി കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു ബോണറ്റ് ഗഞ്ചാവ് വരുന്ന എഞ്ചിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞ് വണ്ടിയുടെ എഞ്ചിൻ എഴുതണ്ടല്ലോ. എഞ്ചിൻ നമ്പർ സ്റ്റേഷൻ പറയുമ്പോൾ ഉണ്ടെന്നാണ് വയ്പ്പ്. വണ്ടി എന്ന് പറയുമ്പോൾ സാധാരണ ഡിക്കി, ഡാഷൊക്കെ കൂടെ ഉൾപ്പെട്ടൊരു സാധനമാണ്. പറഞ്ഞു വന്നത്, ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് സ്പെസിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതാ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം വന്നതേ ഉള്ളൂ. ദാറ്റ് മീൻസ് വണ്ടിയുടെ എല്ലാ പാർട്സ് എഴുതാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വക്കീൽ മറ്റൊരു രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഗഞ്ചാവുണ്ട്, നമ്മൾ ഗഞ്ചാവ് കണ്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് അവനോട് ചോദ്യം, അവൻ്റെ ദേഹത്തോല് ഒളിപ്പിച്ച് വെച്ചോണ്ടെന്ന് അറിയണമല്ലോ. ഒന്ന് ഡ്രഗ് ഒളിപ്പിച്ച് വെച്ചോണ്ടെന്ന് അറിയണം. രണ്ട്, സാധാരണഗതിയിൽ നമ്മൾ ക്രിമിനലോ പഠിക്കുമ്പോൾ ഒരു സംശയിക്കുന്നത് പോലെ ക്രിമിനൽസോട് ഇടപെടുമ്പോൾ അവരുടെ ദേഹത്ത് നമ്മളെ ആക്രമിക്കാവുന്ന ഉതകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആയുധങ്ങളോ വല്ലതും ഉണ്ടാവാം, മറ്റു പലതും ഉണ്ടാവാം. അപ്പം അയാളുടെ ദേഹപരിശോധന നടത്തണം, ആവശ്യമാണ്. അബ്കാരി ആക്ടിലൊന്നും അതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റിഞ്ചൻ്റ് ആയിട്ടുള്ള യാതൊരു കാര്യവും പറയുന്നില്ല. NDPS ആക്ടിൽ 50 പ്രത്യേകം പറയുന്നുണ്ട് ദേഹപരിശോധനയുടെ കാര്യം. അപ്പം ദേഹപരിശോധനയുടെ കാര്യത്തിൽ സെക്ഷൻ 50 നമ്മൾ കംപ്ലൈ ചെയ്യണം. കംപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു ആളുടെ ദേഹത്ത് NDPS ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ദേഹപരിശോധന നടത്തേണ്ടത് ഡിറ്റക്റ്റിംഗ് ഓഫീസറുടെ ആവശ്യമാണ്. ഡിറ്റക്റ്റിംഗ് ഓഫീസറുടെ ആവശ്യം പ്രതിയുടെ അനാവശ്യമായിരിക്കാം, സിനിമയിൽ പറയുന്ന പോലെ. പക്ഷേ അയാൾക്കൊരു അവകാശം ഈ സെക്ഷൻ 50 പറയുന്നുണ്ട്. ഈ ദേഹപരിശോധന നടത്തപ്പെടേണ്ട ആള്, നടത്തുന്ന ആള് ഞാൻ, നടത്തപ്പെടേണ്ടത് എ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ ദേഹപരിശോധന ഞാൻ നടത്തുമ്പോൾ മറ്റൊരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ സ്ഥലം മജിസ്ട്രേറ്റിന്റെയോ സാന്നിധ്യം അയാൾക്ക് ആവശ്യപ്പെടാം. നിയമമുണ്ട്. ആ നിയമം അയാളെ അറിയിക്കണം. ഞാൻ താങ്കളുടെ ദേഹപരിശോധന നടത്താൻ പോണെയാണ്, എനിക്ക് താങ്കൾ ഡ്രഗ്സ് വല്ല ഒളിപ്പിച്ചു വരുന്ന സംശയമുണ്ട്, ആയതിന് അവകാശമായിട്ട് നിങ്ങൾക്ക് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ സ്ഥല മജിസ്ട്രേറ്റിന്റെയോ സാന്നിധ്യം ആവശ്യപ്പെടാവുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി അയാൾക്ക് നോട്ടീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 50 പ്രകാരം അയാളുടെ അവകാശം നമ്മൾ അയാളെ അറിയിച്ചു. അതാണ് സെക്ഷൻ 50. മജിസ്ട്രേറ്റിനെയോ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനോ സ്ഥലത്ത് കൊണ്ടുവരുന്നത് മാൻഡേറ്ററി അല്ല. അയാൾ ആവശ്യപ്പെട്ട കൊണ്ടുവരണം, അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ അയാൾ നോട്ടീസ് എഴുതി തന്നെ കൊടുക്കണം. മഹസറുള്ള കാര്യം പറയണം. തടഞ്ഞു നിർത്തപ്പെട്ട ആളോട് ഞാൻ ഇന്ന ഉദ്യോഗസ്ഥനാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ എന്നെ നിയോഗിച്ചിട്ടുള്ളതാണ്, നിങ്ങളുടെ ദേഹപരിശോധന ആവശ്യമാണ്, ദേഹപരിശോധനയ്ക്ക് സ്ഥലം മജിസ്ട്രേറ്റിൻ്റെയോ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യം അവകാശമായിട്ട് താങ്കൾക്ക് ആവശ്യപ്പെടാവുന്നതാണെന്ന് അറിയിക്കുന്നു, ആയതിന് മറുപടി തരണം എന്ന് പറഞ്ഞ് നമ്മൾ ഒപ്പിട്ടം കൊടുക്കും. താഴെ സാധാരണഗതി എഴുതുന്നത് എനിക്ക് ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ ആവശ്യമോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതും. അങ്ങനെ എഴുതുമ്പോൾ രണ്ട് കാര്യം എഴുതാൻ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സ്ഥലം മജിസ്ട്രേറ്റിൻ്റെയോ സാന്നിധ്യം ആവശ്യമില്ല, സാറ് തന്നെ എന്നെ പരിശോധിച്ചാൽ മതി എന്ന് എഴുതും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ നോട്ടീസിൽ എനിക്ക് ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം ആവശ്യമില്ല, സാറ് തന്നെ പരിശോധിച്ചാൽ മതി എഴുതുന്നു. നിങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ കാര്യം അവനോട് പറഞ്ഞിട്ടില്ല. മേളിൽ നമ്മൾ കൊടുത്ത നോട്ടീസിന് മജിസ്ട്രേറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഗസറ്റഡ് ഉദ്യോഗസ്ഥ സാന്നിധ്യം ആവശ്യമില്ല, അയാൾക്ക് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല എന്ന് എഴുതി തന്നിട്ടില്ല എന്നാണ് വക്കീൽ വാദിക്കുക. നമുക്കൊന്നും ചെയ്യാനില്ല, വർത്താനം പറഞ്ഞു നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് എഴുതി മേടിക്കുമ്പം ഗസറ്റഡിൻ്റെയും മജിസ്ട്രേറ്റിൻ്റെയും കാര്യം രണ്ടും അതിനകത്ത് ചേർക്കണം സെക്ഷൻ 50 പ്രകാരം. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അവൻ്റെ ബോഡി സെർച്ച് ചെയ്യാം. മജിസ്ട്രേറ്റിനെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥനെയോ കൊണ്ടുവരേണ്ടതില്ല. അയാൾ ആവശ്യപ്പെട്ടാൽ കൊണ്ടുവരണം. പക്ഷേ എന്തിനാണ് ഈ സംഭവം ഉണ്ടാക്കി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുണ്ട്. ആളെ പരിശോധിക്കുന്ന സമയത്ത് ഡ്രഗ്സ് വളരെ ചെറിയ അളവിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. മദ്യക്കുപ്പി പോലെ വലിയ കുപ്പിയൊന്നും വേണമെന്നില്ല.
അപ്പോൾ അവനെ പരിശോധിക്കുന്ന സമയത്ത് ഇച്ചിരി കള്ളത്തരം കൂടുതലുള്ള ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ വൈരാഗ്യമുള്ളവരാണെങ്കിൽ ആ സമയത്ത് വല്ല അവൻ്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്തുന്ന ഒരു മജീഷ്യൻ്റെ ഒരു കൈയടക്കത്തോടെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പണ്ട് കാലത്ത് ചെയ്തിട്ടുണ്ട്. അക്കാര്യം കൊണ്ടാണ് ഗസറ്റ് മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ വേണമെന്ന് പറയുന്നത്. അപ്പം സാന്നിധ്യമല്ല, അവൻ്റെ അവകാശം അറിയിക്കലാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ ഒന്ന് സാന്നിധ്യം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, ഗസറ്റ് ഉദ്യോഗസ്ഥൻ വന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഒന്ന്, എനിക്ക് സാന്നിധ്യം വേണം. അപ്പോൾ ഗസറ്റ് ഉദ്യോഗസ്ഥനെയോ മജിസ്ട്രേറ്റിനെ വിളിച്ചു വരുത്തണം. മജിസ്ട്രേറ്റിനെ വിളിച്ചു വരുത്തിയ ചരിത്രം ഇല്ല. വേറെ ഏതെങ്കിലും ഗസറ്റ് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തും. അതിന് നമ്മൾ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കും. ചിലപ്പോൾ അവസരം എഴുതും, ഞാൻ ഈ സമയം ടിയാനെ ഫോണിൽ വിളിച്ചു, അപ്പോൾ അയാൾ പെരുമ്പാവൂർ സർക്കിൾ ഓഫീസിൽ ഉണ്ടായിരുന്നു, 3/4 മണിക്കൂർ സമയം കൊണ്ട് അയാൾ ഇവിടെ എത്തി. ടൈമൊക്കെ എഴുതും. അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചു എൻ്റെ ഒഫീഷ്യൽ ഫോണാകാം. ഫോണിൽ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൺ അവർ റെക്കോർഡ് എടുക്കാം. ഞാൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. സമയത്തിന് നമ്മൾ റെക്കോർഡ് തയ്യാറാക്കും. അവിടെയും ഫോണിൻ്റെ കാര്യം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ആണ് നോട്ടീസ് കൊടുത്തയച്ചു എന്ന് പറഞ്ഞ് എളുപ്പമാണ്. എന്നിട്ട് നോട്ടീസ് ഒരെണ്ണം എഴുതും, പെരുമ്പാവൂർ CIയെ അറിയിക്കുന്നത് ഇന്ന ഒരാളെ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത്, ആയതിനാൽ അയാളുടെ ദേഹപരിശോധനയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് സെക്ഷൻ 50 പ്രകാരം എത്തണം. നമ്മൾ ആ നോട്ടീസ് റിസീവ്ഡ് വെച്ച് ടൈം എഴുതും, ഡേറ്റും എഴുതും. ആ ടൈമും ഡേറ്റും മറ്റേതായിട്ട് കോറിലേറ്റ് ആയിട്ട് പോകണം, കൊറോബറേറ്റ് ചെയ്ത് പോകണം. അവിടെ ചെല്ലുന്നു, സാക്ഷ്യം വഹിക്കുന്നു, അയാൾ പരിശോധിക്കുന്നു. പരിശോധിക്കുമ്പോൾ കണ്ടെത്താതിരിക്കാം. സാധാരണഗതിയിൽ ചെറിയ ചെറിയ അളവ് ഡ്രഗുകൾ ദേഹത്ത് നിന്ന് കണ്ടെത്തുമ്പം ഈ പ്രൊസീജിയർ നടത്തുന്നത് നല്ലതാണ്. നമുക്കൊരു സാക്ഷ്യം കൂടെ കിട്ടും, ഒരു രേഖയും കൂടെ കിട്ടും. എവിഡൻസ് 3-4 തരമാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഒന്ന് ഹിയർസി എവിഡൻസ്, ആളുകൾ പറഞ്ഞു കേൾക്കുന്നത്, നമ്മുടെ സാക്ഷിമൊഴി, നമ്മളുണ്ടാക്കുന്ന രേഖകൾ, പിന്നെ സയൻറ്റിഫിക് എവിഡൻസസ്. ഇതിനകത്ത് കോടതികൾ ഏറ്റവും കൂടുതൽ റിലേ ചെയ്യുന്ന സാധനം സയൻറ്റിഫിക് എവിഡൻസ് തന്നെയാണ്. സയൻറ്റിഫിക് എവിഡൻസിന് മറ്റുള്ള എവിഡൻസിനെ ഓവർ റൂൾ ചെയ്യാനുള്ള ഒരു പദവി പണ്ട് മുതലേ ഉണ്ട്. ഉദാഹരണം ഫിംഗർ പ്രിന്റ് സയൻസ് ഒക്കെ. അപ്പം നമ്മൾ ഈ സമയത്ത് ഞാൻ 5:30 അവിടെ എത്തി എന്ന് പറയുമ്പോഴത്തേക്കും സയൻറ്റിഫിക് എവിഡൻസ് കൊണ്ടുവരാം. നിങ്ങൾ 5:30 ഇവിടെ ആയിരുന്നില്ല, കോട്ടയത്തായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പെരുമ്പാവൂർ എന്ന് പറയുക? അതെങ്ങനെ കിട്ടി? ഇതാ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫോൺ നമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ കിട്ടുന്ന രേഖയിൽ ടൈമും ഇതും കറക്റ്റായിട്ട് വയ്ക്കുക. ആ വരുന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ ലോഗ് ബുക്കും അയാളുടെ GDയും ഈ ടൈമുമായിട്ട് ഒപ്പിച്ച് വയ്ക്കുക. ഡിഫൻസിന് ഈ രേഖകൾ സുഖമായിട്ട് എടുക്കാം. എന്നിട്ട് ഈ സമയത്ത് അയാൾ വന്നിട്ടില്ല എന്നൊക്കെ തെളിയിക്കാൻ പറ്റും. അങ്ങനത്തെ തെളിവ് വന്നു കഴിഞ്ഞാൽ കേസ് വിട്ട് പോവുക മാത്രമല്ല വേറെ നൂലാമലകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടും ശ്രദ്ധിക്കുക. അപ്പോൾ സെക്ഷൻ 50 ആൾ വന്നു. ഇനി സെക്ഷൻ 50 വേണ്ട പറഞ്ഞു, സാറ് തന്നെ ചെയ്താൽ മതി, മജിസ്ട്രേറ്റ് ഒന്നും വേണ്ട. ഓക്കെ, അത് അതേപോലെ എഴുതി വയ്ക്കും. മജിസ്ട്രേറ്റിനെയോ മറ്റേ ആളുടെ ഗസറ്റ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം ആവശ്യമില്ല. എഴുതി മേടിച്ചു. എന്നിട്ട് നമ്മൾ എഴുതും, ഞാൻ പരിശോധന നടത്തി, ഒന്നിക്ക് ഡ്രഗ് കിട്ടി അല്ലെങ്കിൽ ഡ്രഗ് കിട്ടിയില്ല. വണ്ടിക്കകത്ത് ഡ്രഗ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സെക്ഷൻ 50 ഒരു സബ്സെക്ഷൻ ഉണ്ട് 6. അത് പ്രകാരം ഞാൻ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾക്ക് സെക്ഷൻ 50 കംപ്ലൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അതായത് മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം ആവശ്യമില്ല, സാറിന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ ദേഹപരിശോധന നടത്തി എന്നുള്ള ഒരു വിവരം 50 സബ്സെക്ഷൻ 6 പ്രകാരം നമ്മൾ സുപ്പീരിയർ ഓഫീസറെ അറിയിക്കണം 48 മണിക്കൂറിനകം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സെർച്ചിൽ നമ്മൾ CRPC 100 മനസ്സിൽ വേണം. CRPC സെക്ഷൻ 100 അതിനെ ഓവറോൾ ചെയ്തിട്ടാണ് നമുക്ക് ഈ സെക്ഷൻ 50 നിൽക്കുന്നത്. കാരണം CRPCയിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യം പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അതൊക്കെ ആ ഭാഗത്ത് തന്നെ വന്നോളൂ. അപ്പോൾ സെക്ഷൻ 50 പ്രകാരം 2 തരം. 1, ആളെ വിളിച്ചു വരുത്താം. 2, വിളിച്ചു വരുത്താതെ ചെയ്യാം. അയാളെ അറിയിക്കലാണ് സെക്ഷൻ 50യുടെ കംപ്ലയൻസ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി സെക്ഷൻ 50 പ്രകാരം അയാളുടെ ബോഡി സെർച്ച് ചെയ്തു. ഈ കേസ് ലിങ്ക് ചെയ്യിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. അപ്പോൾ ബോഡി സെർച്ചൊക്കെ നടത്തി അയാളുടെ ദേഹത്ത് ഡ്രഗ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം അയാളുടെ ദേഹത്ത് ഡ്രഗ് ഉണ്ടെങ്കിൽ അയാൾക്ക് ലയബിലിറ്റി ഉണ്ട്. കാരണം പൊസഷൻ, ഇമ്മീഡിയറ്റ് പൊസഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിഡൻസി പഠിക്കുന്നുണ്ട്. അപ്പോൾ വാഹനം വേറൊരു സാധനമാണ്. വാഹനത്തിൽ ഇയാൾ ഓടിച്ചു വന്നതൊക്കെ ശരിയാണ്. വാഹനത്തിലുള്ള ഡ്രഗ് ഇയാളുടെ അറിവോടെയാണ് അല്ലയോ എന്ന് പിന്നീട് തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പലപ്പോഴും വാഹനത്തിൽ ഡ്രഗ് ഉണ്ട് എങ്കിൽ അയാളുടെ ദേഹത്തും ഡ്രഗ് ഉണ്ടായിരിക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അത് ലിങ്ക് ചെയ്യാൻ പാടാ. നമ്മൾ ഒരു കള്ളത്തരമോ ഒന്നും അല്ല പറയുന്നത്. വണ്ടിക്കകത്ത് 5 കിലോ കൊണ്ടിരുന്ന ആൾക്ക് നമ്മൾ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും വണ്ടി ഇയാളുടെ കൂട്ടുകാരൻ്റെ ആയിരിക്കും. എനിക്കറിയില്ല, കൂട്ടുകാരൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഭാഗമാണ്, ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈസി ആയിട്ട് അതിനകത്ത് ജാമ്യം നേടിയൊക്കെ പോകും. ബാക്കിയൊക്കെ പിന്നീട് വരുന്ന ട്രയലിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് അതൊരു ഇച്ചിരി പ്രാക്ടിക്കൽ സെൻസിൽ ചെയ്യുന്നത് നന്നായിരിക്കും. പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ.
ഇത് ഇതിൻ്റെ ഭാഗമല്ലെങ്കിലും അല്ല ഭാഗമാണ്. അപ്പം സെർച്ച് കഴിഞ്ഞു. ആ സെർച്ച് ലിസ്റ്റിൽ പ്രതിയുടെയും ഒപ്പൊക്കെ ഇടേണ്ടതുണ്ട്. ചിലപ്പോൾ പോകുന്ന കാര്യമാണ്. ഗസറ്റ് ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കോളം നമ്പർ 7 വന്ന ഗസറ്റ് ഉദ്യോഗസ്ഥൻ്റെ പേരും ഒപ്പും. ഈ വരുന്ന ഗസറ്റ് ഉദ്യോഗസ്ഥനെ കൊണ്ട് മഹസറിലൊന്നും ഒപ്പിടിപ്പിക്കരുത്. അദ്ദേഹത്തിന് 2 ഇടത്തെ ഒപ്പ് പാടുള്ളൂ. ഒന്ന് സെർച്ച് ലിസ്റ്റ്, സെർച്ച് ചെയ്യുമ്പോൾ തയ്യാറാക്കുന്ന ലിസ്റ്റ്. 2 അദ്ദേഹത്തിന് കൊടുത്ത് നോട്ടീസ് ഉണ്ട് വരണമെന്ന് പറഞ്ഞ് അതിനകത്ത് ഒപ്പിട്ടൊന്ന് നമുക്ക് തരും. ഈ 2 സാധനത്തിലേ ഉള്ളൂ ഈ വരുന്ന ഗസറ്റ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റിനോ ഒപ്പിടിപ്പിക്കുകയുള്ളൂ. മഹസറിലൊക്കെ ഒപ്പിടിപ്പിച്ച് ആ കുഴപ്പമാകരുത്. കാരണം മഹസർ എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിനകത്ത് കണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മഹസറിന് സൈഡിൽ ഇനിഷ്യൽ ചെയ്യാൻ ചെയ്യിപ്പിക്കട്ടെ. അതെങ്ങനെ ഇനിഷ്യലിപ്പിക്കുക? അങ്ങനെയാണെങ്കിൽ ഈ വന്നയാൾ അവിടെ അവസാനം വരെ നിൽക്കണം. ഈ മുൻപ് കണ്ട കാര്യത്തിന് പുള്ളി സാക്ഷ്യം പറയുമോ? ഇല്ല. അത് ചെയ്യാതിരിക്കുക നല്ലത്. ഗസറ്റ് ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് മഹസർ ഒപ്പിട്ടിട്ടില്ല? അയാൾ വന്നിട്ട് പോയി, ഞാൻ പിന്നിലെ മഹസർ എഴുതുന്നത്. ഓക്കെ, ആ ചോദ്യം തന്നെ വക്കീൽ ഒഴിവാക്കും. അപ്പം സെക്ഷൻ 50 അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.